ചേർത്ത് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്വയ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. സ്വയ ആരാധന 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 ആരാധന. സ്വയ ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഈശോയെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ശാന്തമായി എളിമയോടെ ആയിരിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10-ാം തിരുവചനവും 12, 14 തിരുവചനങ്ങളുമാണ്. ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? ഈശോ പറയുന്നുണ്ട്, ഈ ശിശുവിനെ പോലെ എന്നെ സ്വീകരിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ. ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം കുർബാനയിലൊക്കെ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്, ചെറിയവരും വലിയവരും ഈശോയെ കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ സർവ്വ മലബാർ കുർബാനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നുണ്ട്. ആ ബോധ്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്നാപക യോഹന്നാൻ പറഞ്ഞത്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സ്വയം ചെറുതാകലിലൂടെ ശിശുവിൻ്റെ മനോഭാവം സ്വീകരിക്കുന്ന ഒരു സ്നാപക യോഹന്നാനെ നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ചെറിയവരും വലിയവരും ആ ഒരു വ്യത്യാസം നമുക്ക് സ്വർഗരാജ്യത്തിലുണ്ടോ എന്ന് പോലും തോന്നാം. കാരണം ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വായിക്കുമ്പോഴും ധനവാൻ പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ല. അപരനെ സ്നേഹിക്കാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ, സ്വന്തം പടിവാതിക്കൽ മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചു കഴിഞ്ഞ ലാസർ എന്ന ഒരു ഭിക്ഷക്കാരനെ ഗൗനിക്കാതെ സ്വന്തം കുടുംബം സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ. പക്ഷേ നമുക്കറിയാം മരണശേഷം അവർക്കുണ്ടായ ജീവിതാവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പം ആ ഒരു വേർതിരിവ് ഒരു പക്ഷേ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം 1 കൊറിന്തോസ് 4:15-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ തേജസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. തേജസ് തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം പരിശുദ്ധ അമ്മയ്ക്കുള്ള ഒരു തേജസ്സല്ല വിശുദ്ധർക്കുള്ളത്. നമ്മൾ എത്രമാത്രം ഈശോയോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നോ അതനുസരിച്ചുള്ള വിശുദ്ധിയും ആ ഒരു സ്ഥാനവും ഒരുപക്ഷെ നമുക്ക് സ്വർഗത്തിൽ ഈശോയോട് കൂടെ കിട്ടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ആ ഒരു മനോഭാവം എത്രമാത്രം ഈശോയോട് കൂടെ ചേർന്നിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നോ ആ ഒരു വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നാണ് വചനം പറയുന്നത്. അതുപോലെ ശിശുക്കളുടെ മനോഭാവം എന്ന് പറയുമ്പോഴും ശിശു സഹജമായ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ശിശുക്കളെ പോലെ ആകുക എന്നുള്ളതാണ്. ശിശുവിൻ്റെ ആ പ്രകൃതി നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതല്ല വചനം പറയുന്നത്. നമ്മൾ എന്തിനും ഏതിനും ദൈവത്തെ ആശ്രയിക്കുന്ന, മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ ആശ്രയിക്കുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി ഏതൊരു ജീവിത സാഹചര്യങ്ങളിലും പിതാവായ ദൈവത്തെ ആശ്രയിക്കാനുള്ള ഒരു കൃപ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണ് വചനം നമ്മളോട് പറയുന്നത്. അതിനാണ് ശിശു സഹജമായ ഒരു പ്രത്യാശ എന്ന് പറയുന്ന ഒരു സങ്കീർത്തനം തന്നെ 131-ാം സങ്കീർത്തനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ശിശു സഹജമായ പ്രത്യാശ? അതിങ്ങനെയാണ് പറയുന്നത്, ഞാൻ സ്വയം അഹങ്കരിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, എൻ്റെ കഴിവിൽ കഴിഞ്ഞ വലിയ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാകുന്നില്ല. അതാണ് ശിശു സഹജമായ പ്രത്യാശയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്. അതുപോലെ പറയുന്നതാണ് ആ വചനം തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, തന്നെ ശാന്തമാക്കി കർത്താവിൽ പ്രത്യാശ വെച്ച് ഉറങ്ങുന്ന ഒരു ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. നമുക്ക് ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ശിശു സഹജമായ പ്രത്യാശ? അപ്പോൾ അത് അങ്ങനെ ഉള്ളവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശനമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിനുത്തമ ഉദാഹരണമാണ് ഈശോ. നമുക്കറിയാം, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന സുവിശേഷ ഭാഗത്തിൽ നമുക്ക് ഈശോയെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, ആർത്തരമ്പുന്ന കടലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിലും അമരത്ത് തലയണ വെച്ചുറങ്ങുന്ന ഈശോ. നമുക്കൊന്നും ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു ദൈവ അനുഭവത്തിൽ അല്ല ദൈവാശ്രയത്തിലായിരിക്കാം ഒരുപക്ഷെ ഈശോ അങ്ങനെ ചെയ്തത്. ഏത് പ്രതിസന്ധിയിലും എന്നെ കാത്തു പരിപാലിക്കാൻ കഴിയുന്ന സർവശക്തനായ ഒരു അപ്പൻ്റെ മകനാണ് ഞാനെന്ന വിശ്വാസമാണ് ഒരുപക്ഷെ ഈശോയെ ആ ഒരു ബോധ്യത്തിൽ ഉറങ്ങാൻ സഹായിച്ചത്.
ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കും. കർത്താവെ, പൂർണ്ണമായും നിന്നെ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എങ്ങനെയാണ്, നമ്മൾ മറ്റുള്ളവരെ നിന്ദിച്ച് സംസാരിക്കുന്ന കാര്യം. സുവിശേഷം പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിങ്ങൾ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. കാരണം തുടർന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വചനഭാഗമൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കാവൽ മാലാഖയുടെ ഒരു പഠനത്തെക്കുറിച്ച് ചേർത്ത് വെച്ച് വായിക്കാൻ സാധിക്കും. കാരണം പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-ാം തിരുവചനത്തിലും സങ്കീർത്തനം 91:11 ഈ മാലാഖയുടെ സാന്നിധ്യത്തെക്കുറിച്ച് വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നമുക്കറിയാം, നമുക്കൊരു നാമഹേതുക വിശുദ്ധനും അതുപോലൊരു കാവൽ മാലാഖയും ഉണ്ടെന്നൊക്കെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു വചനങ്ങൾ ചേർത്ത് വെച്ചാണ്. അപ്പം ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം. കർത്താവേ, ഞങ്ങളുടെ കാവൽ മാലാഖയുടെ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പം ആ നമ്മളെ നിരീക്ഷിക്കുന്ന, നമ്മൾ ചെയ്യുന്ന പാപങ്ങളിൽ വേദനിക്കുന്ന ഒരു കാവൽ മാലാഖ നമ്മുടെ കൂട്ടിനായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നല്ലതാണ്. തുടർന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെ 99 ആടിനെ വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോകുന്ന ഒരു നല്ലിടയൻ്റെ ചിത്രം നമുക്കറിയാം. ഈശോ ആടിനെ കണ്ടെത്തി തോളിലേറ്റി വരുന്ന ഒരു പിക്ചറൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലോകത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ ഒരു പക്ഷെ നമുക്കത് മനസ്സിലായെന്ന് വരില്ല. 99 ആടിനെ വിട്ട് ഒന്നിന് പുറകെ പോകുന്ന ഒരിടയൻ. ലോകത്തിനിത് ഏത് കോണിലൂടെ നോക്കിയാലും മനസ്സിലായെന്ന് വരില്ല. കാരണം 99 എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. പക്ഷേ ഈശോ ഇവിടെ കാണുന്നത് ഈ നഷ്ടപ്പെട്ട ആടിൻ്റെ കണ്ണിലൂടെയാണ്. കാരണം 99 ആടിന് നഷ്ടമായത് ഒരാടിനെയാണെങ്കിൽ ഈ ഒരാടിന് നഷ്ടമായത് 99 ആടിനെയും അതിൻ്റെ ഇടയനെയും. അതിൻ്റെ വേദന മനസ്സിലാക്കുന്ന ഒരു കർത്താവ്. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. വചനം പലവട്ടം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ചെറിയവരിൽ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് വചനം പറയുന്നുണ്ട്. അതുപോലെ ഈ ചെറിയവരിൽ ശിഷ്യൻ എന്ന നിലയിൽ ആരെങ്കിലും ഒരു പാത്രം വെള്ളം കൊടുത്താൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അവഗണിക്കപ്പെടുന്നവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഇത് നമുക്ക് വലിയ പ്രത്യാശയിലേക്ക് നമുക്ക് നയിക്കുന്ന സുവിശേഷ ഭാഗമാണ്. കാരണം നമ്മളെ ആരൊക്കെ മാറ്റി നിർത്തിയാലും നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഈ വചനഭാഗം തന്നെ ധാരാളമാണ്. അപ്പോൾ 99 വിട്ട് ഒന്നിനെ തേടിയിടയും. അതുപോലെ നമുക്കിത് മനസ്സിലാകത്തില്ല. കാരണം ഇതുപോലെ തന്നെയുള്ള സുവിശേഷ ഭാഗം വേറെയുമുണ്ട്. നമുക്ക് 11-ാം മണിക്കൂർ 1-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും വന്നവർക്ക് തുല്യവേതനം നൽകുന്ന ഒരു പണിക്കാരനെ വിളിക്കുന്ന ഒരു ഉടമസ്ഥനെ നമുക്ക് കാണാൻ പറ്റും. 1-ാം മണിക്കൂറിൽ വന്നവർക്കും 1 ദിനാറ, 11-ാം മണിക്കൂറിൽ വന്നവർക്കും 1 ദിനാർ. ഈ കണക്കൊക്കെ ലോകത്തിന് മനസ്സിലാവത്തില്ല. കാരണം സർവശക്തനായ ദൈവം മനുഷ്യനായി പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ ലോകത്തോട് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ആ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ്. അവർക്കിത് മനസ്സിലാവില്ല. ഈ ഒരു കരുണയുടെ ദൈവത്തിൻ്റെ ആ കരുണയും സ്നേഹവുമൊക്കെ മനസ്സിലാവണമെങ്കിൽ ആത്മാവിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആഴമായ ആ ബോധ്യങ്ങൾ നമ്മൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഈ ആരാധനയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെയാണ് ഈ വചനം, ഈ സുവിശേഷ വചനഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളൊക്കെ അല്പം ഒരു ഹൃദയവേദനയോടുകൂടി ഒരു പക്ഷേ വായിക്കേണ്ടിയിരിക്കുന്ന ഒരു സുവിശേഷ വചനഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയുടെയൊക്കെ വലിയ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സുവിശേഷ ഭാഗം അല്ലെങ്കിൽ ഒരു വചന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനം. നമ്മൾ ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ ഈ തിരുമണിക്കൂറും നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ്. ഈ ശുശ്രൂഷയുടെ പ്രൈമായിട്ടുള്ളൊരു ഫോക്കസും നമ്മൾ അതുതന്നെയാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ശുശ്രൂഷ.
അതുകൊണ്ടാണ് ഈ മൂന്ന് മണിക്കുള്ള ശുശ്രൂഷയിൽ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണ്: തൻ്റെ പുത്രൻ്റെ പീഡാസനങ്ങളുടെ യോഗ്യതയെ പ്രതി ഈ മണിക്കൂറിൽ നീ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ഞാൻ സാധിച്ചു തരും. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊന്നിനും വലിയ പ്രാധാന്യം കൊടുക്കാതെ മാക്സിമം നമ്മളെ കൊണ്ടാവുന്നത്ര ആത്മാക്കളെ നേടാൻ വേണ്ടി ഈ ശുശ്രൂഷകൾ നമ്മൾ പരിശ്രമിക്കുന്നതും കരുണക്കൊന്തയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാകണം, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ആ ഒരു ബോധ്യം നമ്മളിൽ വളരാൻ വേണ്ടി ഈ ശുശ്രൂഷ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. കാരണം അനുദിനം വചനം പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാവണമെങ്കിൽ തിന്മയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവും. കാരണം സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാം പുസ്തകത്തിൽ 17-ാം തിരുവചനത്തിൽ തിന്മയുടെ ഒരു പ്രതിരൂപമായിട്ട് നമ്മൾ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഗോലിയാത്ത്. ഗോലിയാത്ത് ഇസ്രയേൽ ജനത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളിക്കുന്ന രീതി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നമ്മൾ ഭാഗഭാക്കാകുമ്പോൾ നമ്മൾ ഏത് മനോഭാവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്? കാരണം ഗോലിയാത്ത് അവിടെ എടുക്കുന്നൊരു നിലപാട്, ഇസ്രയേൽ ജനത്തെ തിന്മ വെല്ലുവിളിക്കുന്നത് 40 ദിവസം രാവും പകലും മുടങ്ങാതെ ഇസ്രയേൽ ജനത്തെ വെല്ലുവിളിച്ച ഫിലിസ്ത്യനായ ഗോലിയാത്ത്. ഒരു ദിവസം പോലും മുടക്കം വരാതെ 40 ദിവസം രാവും പകലും ദൈവജനത്തെ വെല്ലുവിളിച്ച തിന്മയുടെ ദുഷ്ട അരൂപി. അപ്പം നമ്മൾ എത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മൾ പങ്കെടുക്കുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കണമെന്നുള്ള ബോധ്യങ്ങളൊക്കെയാണ് ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് 1 പത്രോസ് 5:8 പറയുന്നത്, ആരെ വിഴുങ്ങണമെന്ന് നോക്കി നമുക്ക് ചുറ്റും അലറിക്കൊണ്ട് നടക്കുന്ന പിശാചിനെയാണ് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. അത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ ഈ ദൈവഹിതത്തിന് ചേർന്ന്, അതായത് മത്തായി 18:14 പറയുന്നത് പോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും നേടാൻ വേണ്ടി ഈശോയെ പ്രതി അനേക ആത്മാക്കളെ നമുക്ക് നേടാനുള്ള കൃപ ഈ ആരാധനയിലൂടെ നമുക്കുണ്ടാവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കൊരു വചനം മനസ്സിൽ സൂക്ഷിക്കാം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ആത്മാവിൻ്റെ വില അറിഞ്ഞ് ഏക മനസ്സോടെ ഒരു കുടുംബമായിട്ട് നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ നമുക്കിടയാക്കിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാ